ശ്രീമന്നാരായണീയം 9-ാം ദശകം 6-ാം ഖണ്ഡിക മുതലുള്ള ഭാഗങ്ങളുടെ അർത്ഥം തുടരുന്നു. കിരീടമകുടോലസ കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈഭാവയേ കമലജന്മനേ ദർശിതം. ഹേ ഭഗവാൻ, കിരീടം മകുടങ്ങളാൽ പ്രകാശം പൂണ്ടതും കൈവള, മാല, കുണ്ഡലം എന്നിവയോട് കൂടിയതും രത്നങ്ങളാൽ പ്രകാശം ചൊരിയുന്ന അരഞ്ഞാണമണിഞ്ഞതും ആകർഷകമായി അണിഞ്ഞ പീതാംബരത്തോടെയുള്ളതും കളായ കുസുമത്തിൻ്റെ കാന്തി ചൊരിയുന്നതും മിന്നുന്ന കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞതും ബ്രഹ്മദേവനാൽ ദർശിക്കപ്പെട്ടതുമായ അങ്ങയുടെ ശരീരത്തെ ഞാൻ ഏകാഗ്രതയോടെ ധ്യാനിക്കുന്നു. ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭുവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദൃഷ്ട്യാദൃശോ കുരുഷധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠ ഇതി ദ്രുഹിണവർണിത സ്വഗുണബെങ്കിമാ പാഹിമാം. എല്ലാ വേദങ്ങളിലും വ്യക്തമാക്കപ്പെട്ട അത്ഭുത പ്രഭാവങ്ങളോടുകൂടി ലക്ഷ്മി ദേവിയുടെ നാഥനായി ഭൂമിയെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദേവ, അവിടുന്ന് വിജയിക്കട്ടെ. ഭാഗ്യവാനായ എനിക്ക് അങ്ങയെ ദർശിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ബുദ്ധിശക്തിയെ ഭുവന സൃഷ്ടിന്മുഖമാക്കുക. ഈ വിധം ബ്രഹ്മാവ് വർണ്ണിച്ച ഗുണബാഹുല്യമുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണമേ. ലഭസ്വഭുവനത്രയീ രജനദക്ഷതാമക്ഷതാം ഗൃഹാണമതനുഗ്രഹം കുരുതപശ്ച ഭൂയോ വിധേ ഭവത്തഖില സാധനി മയി ച ഭക്തിരത്യുൽക്കടേ ദ്യുതീര്യഗിരമാധതാ മുദിതചേതസം വേധസം. ഹേ ബ്രഹ്മാവേ, അങ്ങ് അപാകതകളില്ലാത്ത ത്രിഭുവന നിർമ്മിതിക്കുള്ള കരുത്താർജിക്കുക. എൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് പിന്നെയും തപസ് ചെയ്യുക. എല്ലാം നിറവേറ്റുന്നതും അത്യുൽക്കടവുമായ ഭക്തി അങ്ങയ്ക്ക് എൻ്റെ നേരെ ഉണ്ടാകട്ടെ. അവിടുന്ന് ഈ വാക്കുകൾ അരുളി ചെയ്ത് ബ്രഹ്മാവിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു. ശതം കൃതസ്തപാസ്തതസ്സ ഖലു ദിവ്യസംവത്സര നവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാദസി പീതവാൻ. പിന്നീട് ബ്രഹ്മാവ് 100 സംവത്സരം തപസ്സനുഷ്ഠിക്കുകയും പൂർവാധികം തപോബലവും മനോബലവും നേടുകയും ചെയ്തു. തൻ്റെ ആസ്ഥാനമായ താമരപ്പൂവ് കാറ്റേൽക്കയാൽ വെള്ളത്തിൽ ഇളകി ആടുന്നത് കണ്ട ബ്രഹ്മാവ് അങ്ങയുടെ ബലത്താലുണ്ടായ സിദ്ധികളോടെ വായുവിനെയും വെള്ളത്തെയും പാനം ചെയ്തു. തവൈവ കൃപയാ പുനഃസരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ യഥാവിധ കൃപാപരോ ഗുരുമരുൾപുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. അങ്ങയുടെ കാരുണ്യത്താൽ അദ്ദേഹം ആ താമരപ്പൂ കൊണ്ട് ത്രിഭുവനങ്ങളെ സൃഷ്ടിക്കുകയും പ്രജാനിർമ്മിതിയിൽ മുഴുകുകയും ചെയ്തു. ഇപ്രകാരം കരുണാസാഗരനായിരിക്കുന്ന ഗുരുവായൂരപ്പ, കൃപയാൽ നനച്ച വീക്ഷണങ്ങളെ കൊണ്ട് അവിടുന്ന് എന്നെ പരിപാലിക്കണമേ. ശ്രീഹരേ നമഃ.